വെൽക്കം ടു സന്ധ്യാസ് ഫുഡ് കോർട്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഉണക്കലരിയും ചെറുപയറും ചേർത്തിട്ടുള്ള ഒരു അടിപൊളി പായസമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പായസത്തിനായിട്ട് ഞാൻ 1/2 കിലോ ഉണക്കലരി എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ചെറുപയറും എടുത്തിട്ടുണ്ട്. രണ്ടും ഞാനിത് ഒരു 10-15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് ഒരു 10-15 മിനിറ്റ് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനി ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അരി ആദ്യം ഇട്ട് കൊടുത്തു. രണ്ടും ഒരുമിച്ച് തന്നെയാണ് ഇട്ട് വേവിക്കുന്നത്. അപ്പം ചെറുപയറൂടെ ഇനി ഇതിനോടൊപ്പം തന്നെ ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ചെറുപയറും ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കണം. മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ കേൾക്കണം. 4 വിസിൽ വരെ വെക്കണം അടുപ്പിൽ. അപ്പോൾ അത് വേകുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. 1/2 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 കിലോ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനായിട്ട് ഉരുക്കാനായിട്ട് ഞാനത് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ അരിയും ഉണക്കലരിയും ചെറുപയറും ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് ഞാനൊരു ഇളക്കാൻ പാകത്തിന് കുക്കറിൽ നിന്ന് മാറ്റി ഒരു ഉരുളിയിലോട്ട് പകർന്നെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കാൻ വെച്ച ശർക്കര പാനിയാക്കിയത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരിച്ച് അതിനോടൊപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് യോജിക്കട്ടെ. അതിനോടൊപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശർക്കര നന്നായിട്ട് യോജിച്ച് വന്ന് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. തേങ്ങയുടെ രണ്ടാം പാലാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തു. അതൊരു തിള വരണം. തിള വന്നിട്ടുണ്ട്. ഇനിയും ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതും ചെറിയ തിള വന്നിട്ടുണ്ട്. ഇനി ഞാൻ പശുവും പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ പശുവും പാൽ തനിപ്പാലായിട്ട് പശുവും പാലാണ് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിന് കട്ടി കുറവായതുകൊണ്ടാണ് പശുവും പാലൂടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനൊരു 2 സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട്. ഈ മധുരം ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ശർക്കരയ്ക്ക് നമുക്ക് മധുരം കുറവാണെങ്കിൽ ഇതിലത് കോമ്പൻസേറ്റ് ചെയ്തോളും. എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഏലക്കാപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ വറുത്തത് അതും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ പായസം ഉണക്കലരി ചെറുപയർ പായസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണിത്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പായസമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷനൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ.